ഓം ശ്രീ മഹാദേവ്യൈ നമഃ. കളരി സ്പന്ദനം വിശേഷത്തിന് വിശേഷം പങ്ക്തിയിൽ ഇപ്പോൾ പറയുന്നത് വിഷുവിനെക്കുറിച്ചാണ്. ഇക്കൊല്ലത്തെ വിഷുവിന് ഒരു പ്രത്യേകതയുണ്ട്. അത് മേടം 1-നല്ല, മേടം 2-നാണ് വിഷു എന്നതാണ്. സാധാരണ വർഷങ്ങളിൽ മേടമാസം 1-ാം തീയതി തന്നെയാണ് വിഷു ആഘോഷിക്കുന്നത്. 1-ാം തീയതി പുലർച്ചെ വിഷുക്കണി കാണും. 1-ാം തീയതി ഉദയത്തിന് ശേഷം വിഷു ദിവസമായിട്ട് ആഘോഷിക്കുന്നു. എന്നാൽ ഇത്തവണ 2026 എന്ന ഇംഗ്ലീഷ് വർഷത്തിൽ, അതായത് 1201 എന്ന മലയാള വർഷത്തിലെ വിഷു ആഘോഷിക്കുന്നത് മേടം 1-നല്ല, മേടം 2-നാണ്. എന്തുകൊണ്ടാണെന്നും കൂടി നോക്കാം. സൂര്യൻ മീനം രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് മേടസംക്രമ സമയം എന്ന് പറയുന്നത്. നമുക്കറിയാം, ആ മേടസംക്രമ സമയത്തിന് ശേഷം വരുന്ന സൂര്യോദയമാണ്, ആ സൂര്യോദയ വേളയാണ്, ആ പുലർക്കാലമാണ് വിഷു പുലരി, വിഷു കണി കാണേണ്ട പുലരിയും. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തവണ മേടമാസം 1-ാം തീയതി, അതായത് 2026 ഏപ്രിൽ 14-ാം തീയതി സൂര്യോദയത്തിന് ശേഷം ഉദിച്ച് 8 നാഴിക തൃശ്ശൂർ അക്ഷാംശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മധ്യ കേരളം എന്ന നിലയിൽ ഉള്ള അക്ഷാംശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ സൂര്യോദയത്തിന് ശേഷം 8 നാഴിക 2 വിനാഴിക ചെല്ലുന്ന സമയത്ത്, അതായത് രാവിലെ 9:32 മേടസംക്രമം, സൂര്യൻ മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് കടക്കുന്നത്. അപ്പോൾ രാവിലെ 9:32 നടക്കുന്ന മേടസംക്രമത്തിന് ശേഷം വരുന്ന സൂര്യോദയം, സ്വാഭാവികം പിറ്റേന്നത്തെ സൂര്യോദയം, ആ സൂര്യോദയ വേള, ആ സൂര്യോദയത്തിൻ്റെ തൊട്ടു മുമ്പുള്ള പുലർച്ചെ സമയത്ത് വിഷുക്കണി കാണണം, കണി കാണൽ എല്ലാം ആ സമയത്ത് നടക്കണം. അപ്പോൾ ആ സൂര്യോദയത്തിന് ശേഷമുള്ള പകൽ വിഷു ദിവസമായിട്ട് ആഘോഷിക്കുന്നു. അപ്പോൾ ഇക്കൊല്ലത്തെ വിഷു മേടം 2-ന് തന്നെ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നർത്ഥം. മേടസംക്രമം പകലിൻ്റെ 5 3 ഉള്ളിലാണെങ്കിൽ, അതായത് 18 നാഴികയ്ക്കുള്ളിൽ സംക്രമം വരികയാണെങ്കിൽ 1-ാം തീയതി അന്ന് തന്നെ എടുക്കും. 18 നാഴികയ്ക്ക് ശേഷം മേടസംക്രമം വരികയാണെങ്കിൽ 1-ാം തീയതി പിറ്റേന്നാവും. എന്നാൽ 1-ാം തീയതി നിശ്ചയിക്കുന്ന കാര്യത്തിലും കൃത്യമായ നിശ്ചയമുണ്ട്. അപ്പോൾ ഏതായാലും ഇത്തവണ 18 നാഴികയ്ക്കുള്ളിൽ, അതായത് രാവിലെ ആണ് മേടസംക്രമം എന്നതിനാൽ ഏപ്രിൽ 14-ാം തീയതി തന്നെ മേടം 1-ാം തീയതി, അതിൽ സംശയമില്ല. മേടം 1 ഏപ്രിൽ 14-ന് തന്നെ. എന്നാൽ വിഷു മേടം 2-നാവുന്നു, ഏപ്രിൽ 15-നുമാകുന്നു. കാരണം സംക്രമ സമയത്തിന് ശേഷം വരുന്ന സൂര്യോദയം എന്ന അടിസ്ഥാനത്തിൽ. അങ്ങനെ ഏപ്രിൽ 15-ന് 2026 ഏപ്രിൽ 15-ന് 1201 മേടം 2-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ വിഷുക്കണി കാണുന്നു. ആ ദിവസം ബുധനാഴ്ച വിഷു ദിവസമായിട്ടും ആഘോഷിക്കുന്നു. വിഷുക്കണി ഒരുക്കേണ്ടതിനെക്കുറിച്ചും വിഷു ആഘോഷിക്കേണ്ടതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഏതായാലും വിഷുക്കണി കാർഷിക ഉത്സവമാണ്. വിഷു കൃഷി ആരംഭത്തിൻ്റെ ഉത്സവമാണ് വിഷു. നമുക്കറിയാം, വിത്ത് വിതയ്ക്കലും ചാലിടൽ വിത്ത് വിതയ്ക്കൽ ഉൾപ്പെടെയുള്ള കാർഷിക ആരംഭമാണ്, അതിൻ്റെ ഉത്സവമാണ് വിഷു. കൃഷിപ്പണി തുടങ്ങുന്ന ഉത്സവം വിഷുവാണെങ്കിൽ കൊയ്ത്തിൻ്റെ ഉത്സവമാണ് ഓണം. അതാണ് ഓണം, വിഷുവും ഓണം തമ്മിലുള്ള വ്യത്യാസം. കൃഷിപ്പണി ആരംഭത്തിൻ്റെ ദിവസമാണ് വിഷു. ആ വിഷു കൊല്ലപ്പിറവി കൂടിയാണ്. പഴയകാലത്ത് ഒരു വർഷത്തിൻ്റെ പിറവി കൂടിയാണ്, ആണ്ടുപിറവി കൂടിയാണ് വിഷു എന്നർത്ഥം. കൊല്ലവർഷം ആരംഭിക്കുന്നത് ചിങ്ങമാസം 1-ാം തീയതി ആണെങ്കിൽ പോലും കൊല്ലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് പൊതുവെ ഭാരതത്തിലെങ്ങും നമ്മൾ പുതിയ വർഷം ആരംഭിച്ചിരുന്നത് ചൈത്രമാസത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ മേടപ്പിറവിയോടു കൂടിയാണ്. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഷു ആണ്ടുപിറവിയുടെ ഉത്സവമാകുന്നതും. അതുകൊണ്ടാണ് ആ വിഷു ദിവസം വിഷു കണി കാണുന്നതും ഒരു വർഷത്തെ ഫലം മുഴുവൻ നമുക്ക് തരുന്ന രീതിയിലേക്ക് നമ്മൾ വിഷുക്കണി കണ്ട് വിഷു ആഘോഷിക്കുന്നതും. ഇനി വിഷുക്കണി എങ്ങനെ ഒരുക്കാം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും നമുക്ക് നോക്കാം. ഈ വിഷുക്കണിയിൽ എന്തൊക്കെ സാധനങ്ങൾ വേണം എന്ന് നോക്കാം. ഈ പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായ ഓട്ടുരുളി, ആ ഓട്ടുരുളിയിൽ
ആദ്യം ഉണക്കലരി നിരത്തണം. തനിമയേർന്ന ധാന്യസമൃദ്ധിയിലാണ് ജീവിതത്തിൻ്റെ നിലനിൽപ്പ്. അന്നാത് ഭവന്തി ബഹുധാനി എന്ന് എല്ലാം പറയുന്ന ഭഗവത്ഗീത പറയുന്നുണ്ട്. അന്നമാണ് എല്ലാത്തിനും അടിസ്ഥാനം. അതുകൊണ്ടാണ് ഓട്ടുരുളിയിലെ ഉണക്കലരി ആദ്യം തന്നെ നിരത്തി അതിൽ മറ്റ് വസ്തുക്കളെല്ലാം വയ്ക്കുന്നത്. ഓട്ടുരുളിയിലെ ഉണക്കലരിയിൽ വയ്ക്കുന്നത് എന്തെല്ലാമാണെന്ന് നോക്കാം. സ്വർണ്ണ നിറമുള്ള കണിവെള്ളരിക്ക, കൊന്നപ്പൂങ്കുല, വെറ്റില, പഴുക്കടയ്ക്ക, നാളികേരം, കസവുമുണ്ട്, അതിൽ ചാർത്തുന്ന സ്വർണ്ണമാല, സിന്ദൂരച്ചെപ്പ്, വാൽക്കണ്ണാടി, ഗ്രന്ഥം, പിന്നെ ചക്ക, മാങ്ങ തുടങ്ങി വീട്ടുവളപ്പിൽ വിളഞ്ഞ എല്ലാ ഫലങ്ങളും. പ്രകൃതിയുടെ സമ്പൽ സമൃദ്ധിയുടെ പ്രതീകമാണ് ഇവയെല്ലാം. എല്ലാം ഒരുക്കി വെച്ച ഓട്ടുരുളിക്കടുത്ത് നിലവിളക്കൂടി കത്തിച്ചു വയ്ക്കുന്നതോടെ വിഷുക്കണി ഒരുങ്ങി. ആ ഓട്ടുരുളിക്കരികിൽ ഓടക്കുഴലൂതി നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം വിഷുക്കണിയിൽ ഭഗവത് ചൈതന്യവുമേകുന്നു. ഈ രീതിയിലാണ് വിഷുക്കണി സാധാരണ വയ്ക്കേണ്ടത്. ഇത്രയും ഒരു വിഷുക്കണിയുടെ ഭാഗമായിട്ട് തന്നെ ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ ശ്രീകൃഷ്ണ വിഗ്രഹം കൂടി നമ്മൾ സാധാരണ കരുതുന്നു. അങ്ങനെ ഈ വിഷുക്കണി ഒരുക്കുന്നു. ആ വിഷുക്കണി കണ്ട് നമ്മളൊരു വർഷത്തിൻ്റെ ഫലം മുഴുവൻ നമ്മൾ ഏറ്റുവാങ്ങുന്നു. ഒരു വർഷത്തിൻ്റെ ഫലം സൂചനയും കൂടിയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് വിഷുക്കണി കാണലും. അങ്ങനെ ഇക്കൊല്ലത്തെ വിഷു ഏതായാലും മേടം 1-നല്ല, മേടം 2-നാണ്. ഈ ദിവസം നമുക്ക് വിഷു ആഘോഷിക്കുകയും ചെയ്യാം. നമസ്കാരം.